തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക നൽകിയതിന് തൊട്ടു പിന്നാലെ ഞങ്ങളൊരു അപ്ഡേറ്റ്സ് നൽകിയിരുന്നു. 6 മണ്ഡലങ്ങളിൽ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 5 മണ്ഡലങ്ങൾ കൂടാതെ ഒരു മണ്ഡലത്തിലേക്ക് കൂടി ഏറ്റവും പുതിയ ട്രെൻഡുകൾ വെച്ചിട്ട് ഒരു അനാലിസിസ് ഞങ്ങൾ നടത്തിയിരുന്നു. ഇത്തരം അനാലിസിസിനായി ഞങ്ങൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ പ്രധാനമായും വിവിധ സർവേ ഏജൻസികൾ ഞങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡേറ്റാസും ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ താമസക്കാരായിട്ടുള്ള രാഷ്ട്രീയ ഇല്ലാത്ത സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന ആ ഡേറ്റാസുകളും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. പ്രധാനമായി തന്നെ വിവിധ സർവേ ഏജൻസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഉള്ള സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റാസാണ് പ്രധാനമായി കണക്കൂട്ടുന്നത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലുള്ള സമുദായ നേതാക്കളെയും ഒപ്പം തന്നെ സാധാരണപ്പെട്ട ജനങ്ങളെയും രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകും. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഞങ്ങൾ നൽകുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് കേവലം 13 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 13 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ BJP A ക്ലാസ് എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന 6 മണ്ഡലങ്ങളിലെ പുതിയ ട്രെൻഡ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ വിധി നിർണ്ണയിക്കാൻ 30% വരുന്ന ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു 10 to 15% വോട്ടുകൾ ക്രൈസ്തവ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് മധ്യവർഗത്തിലുള്ള അല്ലെങ്കിൽ അതിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വോട്ട് സുരേഷ് ഗോപിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഒരു സൂചന. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, തുടക്കത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന മേൽക്കൈക്ക് അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ സുനിൽകുമാറിനേക്കാൾ, ഇതിന് തൊട്ടുപിന്നിൽ നിൽക്കുന്നത് LDFിൻ്റെ സുനിൽകുമാറാണ്. സുനിൽകുമാറിനേക്കാളും 2% മുമ്പിലായിരുന്നുവെങ്കിൽ ഇപ്പോഴതിന് റേഞ്ച് അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ സുരേഷ് ഗോപിക്ക് വലിയ മേൽക്കൈ നേടുമ്പോൾ ഗ്രാമീണ മേഖലയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തനം ഇനിയും കൂടുതൽ ശക്തമാക്കാണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി സ്വാംശീകരിക്കണമെങ്കിൽ ഗൃഹസമ്പർക്കം എന്നുള്ളത് നിത്യമായിട്ട് തന്നെ കൊണ്ടു നടക്കേണ്ട അവസ്ഥ, ശക്തമായ പ്രചരണം ഗ്രാമീണ മേഖലയിൽ സംഭവിച്ചാൽ, ഇല്ലെങ്കിൽ ഈ 13 ദിവസം വളരെ ഹാർഡ് വർക്ക് ഈ ഗ്രാമീണ മേഖലയിൽ അടക്കം ചെയ്താൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറാൻ കഴിയും. ഏതായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ വോട്ടും ഇത്തവണത്തെ വോട്ടും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തവണത്തെ ടോട്ടൽ വോട്ട് 14,83,055 വോട്ടുകളാണ് ഇത്തവണ ആ മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ തവണ, അതായത് 2019 അവിടെ പോൾ ചെയ്തത് 77.92% വോട്ടുകളായിരുന്നു. അതായത് 10,41,869 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവിടെ പോൾ ചെയ്തത്. ഇത്തവണ മറ്റൊരു ശ്രദ്ധേയമായ 2 കാര്യം ഈ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതും കൂടി പ്രേക്ഷകരോട് മാത്രമല്ല, ഇത് BJPയുടെ പ്രവർത്തകരുണ്ട്, അവർക്കും കൂടി ഒരു ഇൻഫർമേഷനാണ് ഈ തരുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയെ വേറിട്ട് നിർത്തുന്നില്ലേ, തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തെ വേറിട്ട് നിർത്തുന്നു. അതിലൊന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം തൃശ്ശൂരാണ്. 66,000-ൽ പരം സ്ത്രീ വോട്ടർമാരാണ് പുരുഷ വോട്ടർമാരെക്കാൾ അധികമായുള്ളത്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാരുള്ളത്, അതായത് പുതിയ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ലോക്സഭാ മണ്ഡലം തൃശ്ശൂരാണ്. 1.5 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ. അത് ഈ 1.5 ലക്ഷം പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വമ്പൻ വിജയം തന്നെയായിരിക്കും. ഒപ്പം ഗ്രാമീണ മേഖലയിൽ അടിത്തട്ടിൽ ശക്തമായ പ്രചരണം, ഡോർ ടു ഡോർ, വീടാന്തരം കയറിയുള്ള പ്രചരണം ശക്തമാക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വിജയം അനായാസമായി നേടാൻ കഴിയുന്നൊരു മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം അവിടെ NDA തന്നെയാണ്, BJP തന്നെയാണ് മുൻപിൽ, സുരേഷ് ഗോപി തന്നെയാണ്. കഴിഞ്ഞ തവണ 2% മുൻപിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1-ലേക്ക് മാറിയിരിക്കുന്നു. 33% ആണ് സുരേഷ് ഗോപിയുടെ പിന്തുണയെങ്കിൽ തൊട്ടു പിന്നിൽ VS സുനിൽകുമാർ, LDFിൻ്റെ സ്ഥാനാർത്ഥി, CPIയുടെ സ്ഥാനാർത്ഥി 32% പിന്നിൽ നിൽക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. കെ മുരളീധരൻ വളരെ പിന്നോക്കം പോകുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ, അവർ കോൺഗ്രസിൻ്റെ പ്രചരണം വളരെ ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ കെ മുരളീധരൻ 30% 3-ാം സ്ഥാനത്തേക്ക് 33, 32, 30 എന്ന നിലയിലേക്കാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീരുമാനമെടുക്കാത്ത വോട്ടർമാരുണ്ട്, അത് 5%. ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാത്ത 5% വോട്ടർമാർ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുണ്ട്. ഏതായാലും ഇതാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇനി അടുത്തത് പത്തനംതിട്ടയിലേക്കാണ്. BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിലെ സ്ഥിതി, പത്തനംതിട്ടയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ BJPക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രവർത്തനം അല്പം മന്ദഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോഴും UDFന് തന്നെയാണ് പത്തനംതിട്ടയിൽ മേൽക്കൈ. ഇവിടെ അനിൽ K ആന്റണിക്ക് ജയിച്ചു കയറണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി സമാഹരിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ ആ വോട്ടുകൾ അതേപടി നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി സമാഹരിച്ചാൽ വളരെ എളുപ്പത്തിൽ ആന്റണിക്ക് ജയിച്ചു കയറാവുന്ന മണ്ഡലമാണ്. കാരണം ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതാണ്ട് 34-35% വോട്ട് നേടുന്നവർ ഈസിയായിട്ട്
ഇവിടെ ജയിക്കും. ഇവിടെ പുതിയ വോട്ടർമാരുടെ എണ്ണം 46,959 ഈ 46,959 പേരും ഇത്തവണ പുതിയ വോട്ടർമാരാണ്. അവർ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ വോട്ട് 14,29,100 2019 ഇവിടെ പോൾ ചെയ്തത് 74.24%. അതായത് 10,26,553 പേരാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് പത്തനംതിട്ടയിൽ UDFന് 32% പിന്തുണയോടെ മുൻപിൽ നിൽക്കുമ്പോൾ LDFും NDAയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 30% പിന്തുണയാണുള്ളത്. അതായത് 2% പിന്തുണയിലാണ് ആന്റോ ആന്റണി ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആന്റോ ആന്റണിക്ക് ഒരു ഈസി വാക്ക് ഓവർ എന്ന് എല്ലാവരും പ്രവചിച്ചിടത്തേക്കാണ് അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ നരേന്ദ്രമോദി തന്നെ രംഗത്തിറക്കിയപ്പോൾ ഫൈറ്റ് ടൈറ്റായി. ഇപ്പോഴിതാ UDFന് 32% പിന്തുണയിൽ മുൻപിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ LDFും NDAയും 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടുത്ത പോരാട്ടത്തിലാണ്. ഇവിടെയാണ് തീരുമാനമെടുക്കാത്ത 9% വോട്ടർമാർ ഈ പത്തനംതിട്ടയിലുണ്ട്. ഒപ്പം തന്നെ അനിൽ കെ ആന്റണി ഈ വരും 13 ദിവസങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തുകയും ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറുകയും ചെയ്താൽ വളരെ അനായാസമായി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇവിടെയും പറയുന്നു, ഹാർഡ് വർക്ക് അതില്ലാതെ വിജയത്തിന് വേറെ കുറുക്കു വഴികളില്ല. ഇനി നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ, ചുവന്നു തൊടുത്ത ആറ്റിങ്ങൽ, ഇപ്പോഴും LDFിനോട് കൂറ് കാണിക്കുന്ന ആറ്റിങ്ങൽ. ഇവിടെ LDF തന്നെയാണ് ഇപ്പോഴും മേൽക്കൈ. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ, നാമനിർദ്ദേശക പത്രിക നൽകിയത് മുതൽ അവിടെ LDFന് തന്നെയാണ് മുൻതൂക്കം. ആ മുൻതൂക്കത്തിന് ഇതുവരെ ഇടിവ് വന്നിട്ടില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ലഭ്യമാകുന്ന സോഴ്സുകളിൽ നിന്നും ഡേറ്റകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പുതിയ വോട്ടർമാർ ഇവിടെ 46,097 പുതിയ വോട്ടർമാരുണ്ട്. ടോട്ടൽ വോട്ടർമാർ 13,96,807 പേരാണ്. 2019 ഇവിടെ പോളിംഗ് നടന്ന 74.4% അതായത് 10,04,888 പേരാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ട്രെൻഡ്, പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് LDF 34% വോട്ടുകൾക്ക് ജനപിന്തുണയിൽ മുന്നേറുന്നു. UDF തൊട്ടടുത്ത് തന്നെയുണ്ട്. 32% വോട്ടുമായി UDFന് തൊട്ടടുത്ത് തന്നെ NDA വി മുരളീധരൻ 30% വോട്ടുമായി മുന്നേറുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ചിറയൻകീഴ്, അതുപോലെ തന്നെ വർക്കല, വാമനപുരം തുടങ്ങിയ അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP അടിത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ 30 എന്നുള്ളത് LDFിൻ്റെ 34-നെ മറികടക്കാൻ കേവലം 5% വോട്ട് മതിയാകും. ഈ 5% വോട്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഗ്രാമീണ മേഖലയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിയോജക മണ്ഡലങ്ങളിലൊക്കെ അടിത്തട്ടിൽ കൂടി വർക്ക് ഒന്ന് ശക്തമാക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് അനായാസമായിട്ട് 5-6% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ഇനിയുള്ള ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനായാൽ ഒരുപക്ഷെ NDAക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഒന്നാം സ്ഥാനം ലഭിച്ചില്ലെങ്കിലും 2ാം സ്ഥാനം ഉറപ്പായും ലഭിക്കാവുന്നൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. മൂന്നാമത് വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഇതുവരെ A ക്ലാസ് മണ്ഡലമായിരുന്നില്ല. BJP ഇപ്പോഴത് A ക്ലാസ് മണ്ഡലമാക്കിയിരിക്കുന്നു. ഏതായാലും അവിടെ മത്സരിക്കുന്ന BJPയുടെ ഏറ്റവും പ്രശസ്തയായ, പ്രഗത്ഭയായ, അല്ലെങ്കിൽ ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വളരെ ശക്തമായി തന്നെ പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആലപ്പുഴയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. KC വേണുഗോപാലും ആരിഫിനും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ കൂടി മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ആലപ്പുഴ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടിലേക്ക് അമർന്നിരിക്കുന്നു. ഇവിടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ വോട്ട് ഉയർത്തുമെന്നുള്ള സാധ്യത. പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും മന്ദഗതിയിലുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ ആലപ്പുഴ എന്ന് പറയേണ്ടി വരും. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണെങ്കിൽ BJP കുറച്ചുകൂടി കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്ക് പല മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും മെമ്പർമാരുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആ മെമ്പർമാർ പോലും പ്രവർത്തനത്തിന് ഇറങ്ങാത്ത ഒരു നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. അതായത് BJPയുടെ മെമ്പർമാരുള്ള വാർഡിൽ പോലും ഒരു പ്രവർത്തനവും നടക്കാത്ത രീതിയിൽ മന്ദീഭവിച്ച് മുൻപോട്ട് പോകുന്നു എന്നാണ് ഞങ്ങളുടെ ടീമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും പുതിയ വോട്ടർമാർ ആലപ്പുഴയുള്ളത് 43,382. ആകെയുള്ള വോട്ടർമാർ 14,83,000. 2019 80%, അതായത് 80.35% പോളിംഗ് നടന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. ഏതാണ്ട് 10,38,728 പേർ 2019 വോട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് UDFന് തന്നെയാണ് മുൻതൂക്കം. KC വേണുഗോപാൽ തന്നെയാണ് മുൻതൂക്കം. UDFന് 37% മുൻപോട്ട് കുതിക്കുമ്പോൾ LDFന് 34% തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം NDAയുടെ പെർസെൻറ്റേജാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിഞ്ഞ തവണ 1,90,000 വോട്ട് നേടിയ മണ്ഡലത്തിൽ BJP ഇത്തവണ കാഴ്ചവെക്കുന്ന ശക്തമായ പോരാട്ടം. NDAയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 24%. ഇവിടുത്തെ ചാനൽ സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് 18% ശോഭാ സുരേന്ദ്രൻ നേടുമെന്ന് പറയുമ്പോൾ ഇവിടെ അത് 24% ശോഭാ സുരേന്ദ്രൻ
മുന്നേറുന്നു. ഇവിടെ ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് 29% മാറ്റാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആലപ്പുഴ BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമായിരിക്കും വരും കാലങ്ങളിൽ. ഏതായാലും ഇവിടെ തീരുമാനമെടുക്കാത്ത 5% വോട്ടർമാർ കൂടിയുണ്ട്. ഇവിടെ പ്രവർത്തനം വളരെ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഹരിപ്പാട്, അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കുകയാണ് എങ്കിൽ ഈ 24% എന്നുള്ളത് വളരെയധികം വർദ്ധിപ്പിക്കാൻ പറ്റും. BJPക്ക് വരും കാലങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമായി, ജില്ലയായി ആലപ്പുഴ മാറുകയും ചെയ്യും. ഇനി നമ്മൾ പോകുന്ന പാലക്കാടാണ്. BJPക്ക് വലിയ വിജയപ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിലും ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. BJP ഇവിടെ ശക്തമായ ഒരു സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം മലമ്പുഴയിലും ഒപ്പം തന്നെ പാലക്കാടും ഒക്കെ 2ാം സ്ഥാനത്തെത്തിയ BJPയാണ്. ഇവിടെ BJP നേരിടുന്ന പ്രധാന വെല്ലുവിളി 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് BJPക്ക് ഏറ്റവും വലിയ വെല്ലുവിളി നൽകുന്നത്. അത് പട്ടാമ്പി, മണ്ണാർക്കാട്, കോങ്ങാടാണ്. ഇതിൽ പട്ടാമ്പി, മണ്ണാർക്കാടും മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടേക്ക് BJPയുടെ പ്രചരണത്തിന് കടന്നു കയറാൻ, അല്ലെങ്കിൽ BJPക്ക് കടന്നു കയറാൻ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. കൊങ്ങാടിലും കൂടുതൽ വോട്ടുകൾ BJPക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ വലിയ മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയും. ഒപ്പം തന്നെ നമുക്കറിയാം, ഇത് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, കേരളത്തിൽ BJP പ്രചരണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം പാലക്കാട് തന്നെയാണ്. UDFനെ LDFനേക്കാളും ഒക്കെ വളരെയേറെ മുൻപിലാണ് പ്രചരണ രംഗത്ത്. കാരണം C. കൃഷ്ണകുമാർ മികച്ച ഒരു സംഘാടകനാണ്, മുക്കും മൂലയും അറിയാവുന്ന ഒരു സംഘാടകനാണ്, പാലക്കാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം BJPക്ക് നടത്താൻ കഴിയും. പക്ഷേ അത് വോട്ടായി മാറുന്നില്ല. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് ഫലം അറിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം 13,90,143 2019 ഇവിടെ വോട്ട് ചെയ്തത് 77.72% അതായത് 10,28,249 പേര് 2019 വോട്ട് ചെയ്തു. ഇപ്പോഴത്തെ ട്രെൻഡ് UDFന് തന്നെയാണ് മേൽക്കൈ. 36% UDFന് പിന്തുണയുമായി നിൽക്കുമ്പോൾ LDFന് 35% പിന്തുണയുമായി നിൽക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി 28% മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 28% എന്ന് പറയുന്നത് ചെറിയൊരു ശതമാനമല്ല. കാരണം വലിയൊരു മുന്നേറ്റം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ശോഭാ സുരേന്ദ്രനാണ് ആദ്യമായി പാലക്കാട് വോട്ട് BJPയുടെ ഉയർത്തിപ്പിന്നാണ് കൃഷ്ണകുമാർ നിന്നിരുന്നു. BJP 28% എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴയ്ക്ക് തുല്യം തന്നെ പാലക്കാടും BJPക്ക് വരും കാലങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജില്ലയായി മാറുമെന്നുള്ള ഒരു സംശയമല്ല. ഇവിടെ തീരുമാനമെടുക്കാത്ത 3% വോട്ടർമാർ കൂടിയുണ്ട്. ഇനി ഏവരും ശ്രദ്ധിക്കുന്ന തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരത്ത് പോരാട്ടം ഇഞ്ചോടിഞ്ച് മുൻപോട്ട് പോവുകയാണ്. തരൂരിന് എതിരാളി ആരെ എന്നുള്ള ചോദ്യത്തിനായിരുന്നു BJP ശക്തനായ രാജീവ് ചന്ദ്രശേഖറെ കളത്തിലിറക്കിയത്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം 10% ഇപ്പോഴത് കുറഞ്ഞ് 2% എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ പോരാട്ടം, ശക്തമായ പ്രചരണമെന്ന്. പക്ഷേ ഇവിടെ ഇനിയും BJPക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര, കോവളം, പാറശാല തുടങ്ങിയ ഇടങ്ങളിലെ ഗ്രാമീണ മേഖലയിൽ ഡോർ ടു ഡോർ, അതായത് ഗൃഹസന്ദർശനം ഡെയിലി നടത്തുകയും ശക്തമായ പ്രചരണം ഇവിടെ നടത്തുകയും ചെയ്താൽ BJPക്ക് വളരെ എളുപ്പം ജയിച്ചു കയറാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇപ്പോൾ കോൺഗ്രസ് അവരുടെ പ്രവർത്തനം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഈ മുൻതൂക്കം, അതായത് തുടക്കം മുതലേ ശശി തരൂരിനുണ്ടായിരുന്ന മുൻതൂക്കം ഇപ്പോഴും നിലനിർത്തുന്നതിന് കാരണം കോൺഗ്രസ് അവരുടെ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം രാജീവ് ചന്ദ്രശേഖരനേക്കാൾ 10% മുൻതൂക്കം ഈ ശശി തരൂരിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ 2% വ്യത്യാസം മാത്രമാണ് തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ നിലവിലുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പുതിയ വോട്ടർമാരുടെ എണ്ണം 59,104 പുതിയ വോട്ടർമാരാണ് ഉള്ളത്. ആകെ വോട്ടർമാരുടെ എണ്ണം 14,30,531 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 73.66% പേരായിരുന്നു. അതായത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 10,10,180 വോട്ടർമാരാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ശശി തരൂർ UDF 35%, രാജീവ് ചന്ദ്രശേഖർ NDA 33%, LDF 29%. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, പന്ന്യൻ രവീന്ദ്രൻ, എല്ലാവരും കരുതിയത് LDF വളരെ പിന്നോക്കം പോകും എന്ന് കരുതിയെടുത്താണ്. LDFൻ്റെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 29% അവർ കയറി. കാരണം മുൻപ് നടന്ന സർവേകളിലൊക്കെ 26% പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവർ 3% കൂടി ഉയർന്നിരിക്കുന്നു, 29% പോയിരിക്കുന്നു. ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ഫൈറ്റിൽ ആ ഒരു വ്യത്യാസം വളരെ നേർത്തതായി മാറിയിരിക്കുന്നു. അതായത് നഗരമേഖലയിൽ രാജീവ് ചന്ദ്രശേഖരനൊരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തൃശ്ശൂരിന് സമാനം തന്നെയാണ്. കാരണം തൃശ്ശൂരും നഗരമേഖലയിൽ സുരേഷ് ഗോപിക്ക് വലിയ മേൽക്കൈയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നഗരമേഖലയിൽ വലിയ മേൽക്കൈയുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ കൂടി നിരന്തരം പ്രവർത്തനം, ഈ 13 ദിവസം ഹാർഡ് വർക്ക് ചെയ്താൽ ഗ്രാമീണ മേഖലയിൽ കൂടി ഒരു കടന്നുകയറ്റം നടത്താനായാൽ വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറും. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്. ഇത് ഓരോ പാർട്ടികളുടെയും പോരായ്മകളും മുൻതൂക്കങ്ങളും അടക്കം, എവിടെയൊക്കെയാണ് പോരായ്മകളെന്നടക്കം ഞങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് കിട്ടിയ സോഴ്സുകളും ഡേറ്റാസിൽ
ഡാറ്റാസിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകുമായിരിക്കാം. പക്ഷേ നമ്മൾ ഇത് ഇങ്ങനെയുള്ള സർവേകളും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് പല പാർട്ടികളും നേതാക്കളും അണികളുമൊക്കെ അവരുടെ ഒരു ചൂണ്ടുപലകയായി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഞങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസുമായി എത്തുന്നതായിരിക്കും. ഇത് ന്യൂസിൻ്റെ നടത്തുന്ന പോയിൻ്റ്. നന്ദി, നമസ്കാരം.